കണ്ണൂരിൽ വീണ്ടും പി ജയരാജൻ അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഫ്ലെക്സ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും ജില്ലയിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയർന്നിരുന്നു. സി കെ വിജയൻ ടെലിഫോൺ ലൈനിലുണ്ട് വിവരങ്ങൾ നൽകാനായി. സി കെ വിജയൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ കോൺഗ്രസ്സുകാരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്ലെക്സുകൾ ഉയരുന്നു, ഈ ഫ്ലെക്സ് അല്ലാതെ കോൺഗ്രസിന് മറ്റൊരു പരിപാടിയില്ലേ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും അടുത്ത ഫ്ലെക്സുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആരും പിന്നിലല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പാർട്ടിയെ രക്ഷിക്കാൻ ഇനി വേറൊരാളില്ല എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായും അതെ. ഫ്ലക്സുകളായും പോസ്റ്ററുകളായും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളായും എല്ലാം തന്നെ പല രീതിയിൽ ഈ പ്രതിഷേധം ഇപ്പോൾ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് പല കേന്ദ്രങ്ങളിൽ. അഴീക്കോട് നമുക്കറിയാം CPM-ന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല പി ജയരാജന് കുറച്ചുകൂടി അനുയായികളും ആൾക്കാരും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ അഴീക്കോട്. അവിടെയാണ് ഈ പോസ്റ്റർ വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ വാചകങ്ങൾക്ക് പഴയ ഒരു കോൺഗ്രസിന്റെ ഒരു സ്വഭാവമുണ്ട് എന്ന് മാത്രം. പണ്ട് ഇന്ത്യയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ടോണിലായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഏതായാലും അത്തരത്തിൽ മുറവിളികൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പി ജയരാജനായിരുന്നു കണ്ണൂരിൽ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനം ഉണ്ടാക്കിയ, ഉറച്ച സംഘടനാ സംവിധാനം ഉണ്ടാക്കിയ പാർട്ടി നേതാവ് എന്ന ഒരു തോന്നൽ ആൾക്കാരുടെ ഉള്ളിൽ ഇടയ്ക്കിടെ ഇങ്ങനെ പുറത്തു വരും. അതുകൂടി ആവാം ഒരു വലിയ PR സംവിധാനമൊക്കെ അവിടെ ഉള്ള ആൾ കൂടിയാണെന്ന് വേണം പറയാൻ. മറ്റു പല ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പിന്തുണയൊക്കെ. പി ജയരാജൻ ആർമിയൊക്കെ കണ്ടവരാണ് നമ്മൾ. വ്യക്തി ആരാധന പാടില്ല, വ്യക്തി പൂജ പാടില്ല എന്ന് പറയുമ്പോഴും ഇതൊക്കെ നേരത്തെ തന്നെ ഉള്ളതാണ്. അതിന്റെ ഭാഗമായിരിക്കണം, അല്ലേ? തീർച്ചയായും അതെ. എന്തായാലും പി ജയരാജൻ ഒരു നേതാവായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ കണ്ണൂരിലുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് മോത്തി ഇത്. എന്തായാലും ചില ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ വിയോജിപ്പ് പരസ്യമായും കുറച്ചൊക്കെ രഹസ്യമായും ഒക്കെ ആയി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. കണ്ണൂർ ഒരു നേതൃമാറ്റത്തിലേക്ക് വേണം എന്നൊരാവശ്യം അടിത്തട്ടിൽ നിന്ന് ശക്തമായി ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും സി കെ വിജയനാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ ഒരാൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള അല്ലപ്പാ ഈ ഫ്ലെക്സ് ഒന്നും, ഇത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നു. പറഞ്ഞതുപോലെ പക്ഷേ ഒരു UDF ചായ്വിലേക്കൊക്കെ ഈ കാര്യങ്ങൾ, കോൺഗ്രസ് രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയോ എന്ന് അണികളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കമ്മ്യൂണിസം പഴയ കമ്മ്യൂണിസം ഒന്നും അല്ലല്ലോ എന്ന് പറയാനും ചില ന്യായീകരണങ്ങളും ക്യാപ്സ്യൂളുകളും വന്നേക്കാം. എന്നാൽ പോലും ഇത് ചേർന്നതാണോ ഈ ഘട്ടത്തിലെന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി നേതൃയോഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇത് പ്രത്യക്ഷപ്പെട്ടതിലും കാര്യങ്ങളുണ്ട്. വരൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളെ അവതരിപ്പിക്കുന്നു. മാറ്റി നിർത്തപ്പെട്ടവരൊക്കെ തിരിച്ചു വരട്ടെ എന്നതായിരിക്കാം ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധയിൽപ്പെടുത്തിയതായിരിക്കാം.